ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വൂളൻ ത്രെഡും സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷനിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ വൂളൻ ത്രെഡും സ്കെയിലും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കെയിലിൻ്റെ അറ്റത്ത് വൂളൻ ത്രെഡ് 2 കെട്ടിട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ചെറിയ അറ്റം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്കെയിലിൽ ചുറ്റി ലോക്ക് ചെയ്തെടുക്കുകയാണ്. അതായത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഈ വലിയ അറ്റം ഈ ചുറ്റുന്നതിൻ്റെ അടിയിലൂടെ വരുന്ന പോലെ വേണം വലിക്കാൻ. ഓരോ പ്രാവശ്യം ലോക്കാക്കിയിട്ട് വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഈ വിരലിൽ ഇങ്ങനെ ആക്കിയ ശേഷം ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. എപ്പോഴും ഈ ലോക്ക് ഒരു ഭാഗത്ത് തന്നെ വരണം. ഈ ഒരു സൈഡിൽ മാത്രമായിരിക്കണം ലോക്ക് വരുന്നത്, മറ്റേ ഭാഗത്ത് വരാൻ പാടില്ല. അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ലോക്കാക്കി നമുക്ക് ഈ സ്കെയിലിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് കോർത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ആ സ്കെയിലിൻ്റെ മുഴുവൻ ഭാഗം, അതായത് 1/4 ഭാഗവും നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് കോർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ലോക്ക് വരുന്ന ഭാഗത്തു കൂടെ നമുക്ക് ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ തുന്നാനായിട്ടുള്ള വൂളൻ ത്രെഡിൻ്റെ കുറച്ച് ലെങ്ത്ത് അവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു സൂചി കോർക്കാം. അപ്പോൾ കുറച്ച് ഹോൾ വലുതുള്ള സൂചിയാണെങ്കിൽ നമുക്ക് വൂളൻ ത്രെഡ് അതിലോട്ട് കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കോർക്കാൻ ടൈറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഡ്രൈ ആകുമ്പോൾ ഷാർപ്പായി കിട്ടും, കോർക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ സലോ ടേപ്പിൻ്റെ ഒരു പീസ് ഇതിൻ്റെ അറ്റത്ത് ഒട്ടിച്ച ശേഷം 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് സൂചിയുടെ ഹോൾഡ് ആ വീതിയിലാക്കിയിട്ട് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ സൂചി കോർത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കോർത്ത് അവസാനിപ്പിച്ച് അവിടെ നിന്ന് തന്നെ ഇതുപോലെ ഓരോ ലോക്ക് ഇട്ടിട്ട് നമുക്ക് തുന്നി മറ്റേ അറ്റം വരെ ഇതിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2-3 സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒരു ലോക്കിട്ട് കെട്ടി അതിന് ശേഷം അടുത്തതുപോലെ തന്നെ കോർക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും അവിടെ നമുക്ക് കറക്റ്റായിട്ട് ലോക്ക് വരണം. ഓക്കെ, നമ്മൾ ഈ ഓരോ ഭാഗത്തും നമ്മളിങ്ങനെ കെട്ടിട്ട് വേണം ഇവിടെ മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുപോലെ ഈ ഒരു സൈഡ്, അതായത് മറ്റേ അറ്റം വരെയും ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മുഴുവനായിട്ടും ആ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റേ അറ്റം വരെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും ഇത് ലോക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അല്ല 2 സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അഴിഞ്ഞ് വരാതിരിക്കാനും കുറച്ച് നമ്മൾ ലാസ്റ്റ് ഫ്ലവർ ചുറ്റിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വരാനല്ല നമ്മൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ അറ്റം വരെ ഈ ഇട്ട സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ഓരോ കെട്ടിട്ടിട്ട് ഒരു റൗണ്ട് കൂടി നമുക്ക് സ്റ്റിച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും 2ാമത്തെ റൗണ്ടും മുഴുവനും സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റം വരെ എത്തി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ ഈ സ്കെയിലിൽ നിന്ന് നമ്മൾ ഈ ചുറ്റിയെടുത്തിരിക്കുന്നത് കംപ്ലീറ്റും ഊരിയെടുക്കണം പതുക്കെ. അപ്പോൾ അതിന് വേണ്ടി 2 സൈഡിലും പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മുഴുവൻ ഈ സ്കെയിലിൽ നിന്നും ഊരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ പല വലുപ്പത്തിലുള്ള പൂക്കളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഴുവനും നമ്മൾ ചുറ്റി വെച്ചത് സ്കെയിലിൽ നിന്ന് ഊരിയെടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് പതുക്കെ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടുക. അതായത് 1-2 ചുരുട്ടി ഇങ്ങനെ പിടിച്ച ശേഷം നല്ല ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ മടക്കിയ ഭാഗത്ത് സ്റ്റിച്ചുള്ള ഭാഗത്ത് നമ്മൾ വീണ്ടും 1-2 സ്റ്റിച്ച് അവിടെ ഇടുകയാണ്. അതായത് ഈ ചുറ്റിയത് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നൂല് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലെ പതുക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ചുരുട്ടുക. അതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ തുന്നിയെടുക്കുക. വീണ്ടും റൗണ്ടായിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് അടിയിൽ വരും. ആ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന പോലെ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ പതുക്കെ ചുരുട്ടി അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് തുന്നി ടൈറ്റാക്കിയ ശേഷം നമുക്ക് കെട്ടിട്ടിട്ട് അവിടെ നിർത്താം. അതിനുശേഷം ഇതൊരു ഫ്രോക്കിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്. മോളുടെ ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ 3 വൈറ്റ് കളർ മുത്ത് കോർക്കുന്നുണ്ട്. മുത്ത് വേണമെങ്കിൽ മുത്ത് കോർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഈ ഫ്ലവറിൻ്റെ മുകളിലും വേണമെങ്കിൽ വെക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 3 മുത്ത് കോർത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ഉടുപ്പിൽ മാത്രമല്ല നമുക്ക് വേറെ നിറയെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ചുരിദാറിലാണെങ്കിലും ഇതുപോലെ 1-2 പൂവൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ഈ കളറ് ഈ ഉടുപ്പിൻ്റെ കളറിന് മാച്ചായിട്ടാണ് ഈ ഗ്രീൻ കളറും വൈറ്റ് കളർ ബീഡ്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഉടുപ്പിൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് കെട്ടൊക്കെ ഇട്ട് നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ
ഡ്രസ്സിൽ വെച്ച് കഴിഞ്ഞു. ഇനി ഫ്ലവറിൽ നമുക്ക് ഈ സെയിം കളറിന് പകരം മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ സ്കെയിലിൽ ചുറ്റുമ്പോൾ തന്നെ കുറച്ച് ഒരു കളറ്, പിന്നെ കുറച്ച് ഒരു കളറ്, പിന്നെ കുറച്ച് ഒരു കളർ, അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളേഴ്സ് നമുക്ക് ഏതൊക്കെ കളേഴ്സ് വേണം അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റുന്നതെങ്കിൽ ലാസ്റ്റ് പൂവ് ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ ലെയറും ഇടയിൽ കളർ മിക്സ് ആയിട്ട് വരും. അങ്ങനെയും ചെയ്യാം. പിന്നെ വീതിയാണെങ്കിലും നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ, അതായത് സ്കെയിലാണോ കാർഡ്ബോർഡാണോ ഏതാണെങ്കിലും അതിൻ്റെ വീതി പോലെ ഇരിക്കും അതിൻ്റെ പൂവിൻ്റെ വലിപ്പം വരുന്നത്. അപ്പോൾ വീതി കൂടിയ കാർഡ്ബോർഡ് ഷീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇതുപോലെ പീസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ പൂവിന് അത്രയും വലിപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ സ്ലോപ്പായിട്ട് ചരിഞ്ഞിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വീതി കൂടിയിട്ടും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞതുമായിട്ടുള്ള പീസ് നമ്മൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പൂവ് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു ലെയർ നല്ല വലുതും മുകളിലോട്ട് വരുന്തോറും പൂവിൻ്റെ ലെയർ കുറഞ്ഞു വരും. അങ്ങനെയും ചെയ്യാം. ഇത് ഏറ്റവും ചെറിയൊരു പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ളൊരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്ത ഒരു പൂവാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.